ഗാസയിൽ ഇസ്രായേൽ സൈന്യം തകർത്ത ശ്മശാനത്തിന് താഴെ ഹമാസിന്റെ തുരങ്ക സംവിധാനത്തിന്റെ തെളിവുകളൊന്നും ലഭിച്ചില്ലെന്ന് അമേരിക്ക ആസ്ഥാനമായുള്ള CNN റിപ്പോർട്ട് ചെയ്യുന്നു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലെ ഭാനി ശ്മശാനം തകർത്തതിന്റെ വീഡിയോ തിങ്കളാഴ്ച ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരുന്നു. ശ്മശാനത്തിന് താഴെ ഹമാസ് നിർമ്മിച്ച 1.5 മൈൽ നീളമുള്ള 65 അടി ആഴമുള്ള തുരങ്കം കണ്ടെത്തിയെന്നും സൈന്യം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേൽ സൈന്യത്തിനൊപ്പം പ്രദേശത്ത് നടത്തിയ സന്ദർശനത്തിൽ തുരങ്കത്തിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ലെന്ന് CNN റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ തുരങ്കത്തിന്റേതെന്ന് പറയപ്പെടുന്ന കവാടത്തിലേക്കുള്ള പ്രവേശനവും സൈന്യം നിഷേധിച്ചു. തുരങ്കത്തിനുള്ളിൽ അപകടകരമായ വസ്തുക്കളുണ്ടെന്നും ഘടന ദുർബലമാണെന്നുമാണ് അകത്തേക്ക് കൊണ്ടുപോകാത്തതിന് കാരണമായി ഇസ്രായേൽ സൈന്യം പറയുന്നത്. 2 മുറികളും ഒരു കുളിമുറിയും അടുക്കളയുമുള്ള ഭാഗം മാത്രമാണ് റിപ്പോർട്ടർക്ക് കാണിച്ചു കൊടുത്തത്. ഇത് ഹമാസ് ബറ്റാലിയൻ കമാൻഡറുടെ ഓഫീസാണെന്നാണ് ഇസ്രായേലിന്റെ വാദം. മുറികളിൽ വൈദ്യുതിയും പ്ലംബിംഗും ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനവും ഉണ്ടെന്ന് അവർ അവകാശപ്പെട്ടു. എന്നാൽ ഇരുട്ടുള്ള മുറി മാത്രമാണ് റിപ്പോർട്ടർക്ക് കാണാനായത്. സെമിത്തേരിക്ക് സമീപമുള്ള തുരങ്കത്തിന്റേതെന്ന് പറയപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. എന്നാൽ തുരങ്ക കവാടത്തിന്റെ വീഡിയോ അതിലുണ്ടായിരുന്നില്ല. ഇതിന്റെ വീഡിയോ മാധ്യമപ്രവർത്തകർക്ക് നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതും ഉണ്ടായില്ല. തുടർന്ന് CNN ശ്മശാനത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ അപഗ്രഥിക്കുകയും തുരങ്കത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളൊന്നും അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതേസമയം ശ്മശാനം ഇസ്രായേൽ സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ചിട്ടുമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ എന്തു ചെയ്തുവെന്ന ചോദ്യത്തിന് സൈന്യം വ്യക്തമായ മറുപടി നൽകിയില്ല. അന്താരാഷ്ട്ര നിയമമനുസരിച്ച് ശ്മശാനത്തിന് നേരെയുള്ള മനഃപൂർവ്വമായ ആക്രമണം യുദ്ധക്കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഗാസയിലെ 16 ശ്മശാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ആക്രമണം 4 മാസത്തോടടുക്കുമ്പോഴും ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളിൽ ഇസ്രായേലിന് ഇതുവരെ തൊടാനായിട്ടുമില്ല. യുദ്ധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഇസ്രായേൽ പറഞ്ഞത് ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ പൂർണ്ണമായി തകർക്കുമെന്നായിരുന്നു. എന്നാൽ തുരങ്കങ്ങളിൽ 80% ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രായേൽ US വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്നത്. മുതിർന്ന ഹമാസ് നേതാക്കളെ പിടികൂടുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഇസ്രായേലിന് തടസ്സം സൃഷ്ടിക്കുന്നത് തുരങ്കങ്ങളാണ്. ആശുപത്രികളിലടക്കം ആക്രമണം നടത്തിയതിനെ ഇസ്രായേൽ ന്യായീകരിച്ചത് അടിയിൽ തുരങ്കങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ ഗാസയിലെ ആശുപത്രികളെല്ലാം തകർത്തിട്ടും ഒരു തുരങ്കം പോലും കണ്ടെത്താനായിട്ടുമില്ല. അൽഷിബ ആശുപത്രിക്കിടയിൽ തുരങ്കം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും അത് നേരത്തെ തങ്ങൾ തന്നെ നിർമ്മിച്ചതാണെന്ന് മുൻ പ്രധാനമന്ത്രി എഹൂദ് ബറാക്ക് വെളിപ്പെടുത്തിയതോടെ ആ വാദവും പൊളിഞ്ഞു. ഗാസയ്ക്കടിയിൽ 300 മൈലിലധികം നീളത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നതും മുതിർന്ന നേതാക്കളും പോരാളികളും താമസിക്കുന്നതും ഇതിലാണെന്നും ഇസ്രായേൽ പറയുന്നു. തുരങ്കങ്ങൾ നശിപ്പിക്കാൻ പല വഴികളും ഇസ്രായേൽ നോക്കിയിരുന്നു. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് വെള്ളം അടിച്ചുകയറ്റി പ്രളയ സമാന സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. വ്യോമാക്രമണവും ദ്രാവക രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമം നടത്തി. തുരങ്കങ്ങളുടെ പ്രവേശന കവാടം കണ്ടെത്താൻ നായ്ക്കളെയും റോബോട്ടുകളെയും ഉപയോഗിച്ചു. എന്നിട്ടും തുരങ്കങ്ങൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നതിൽ പ്രാഥമിക ധാരണ പോലും ലഭിച്ചിട്ടില്ല. അതിനിടെ ഗാസ മുനമ്പിലെ ഹമാസ് ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാൻ കടൽ വെള്ളം പമ്പ് ചെയ്തതായി അറിയിച്ച ഇസ്രായേൽ സൈന്യം ഹമാസ് ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഇത്തരത്തിൽ ഹമാസിന്റെ 100 കണക്കിന് ഒളിത്താവളങ്ങൾ തകർത്തതായി സൈന്യം വ്യക്തമാക്കി. ഇസ്രായേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹമാസിന്റെ പ്രധാന ഒളിത്താവളങ്ങളാണ് ഇത്തരം തുരങ്കങ്ങൾ. ബന്ദികളാക്കിയവരെ താമസിപ്പിക്കാനും യുദ്ധസാമഗ്രികൾ സൂക്ഷിക്കാനുമെല്ലാം ഈ തുരങ്കങ്ങളാണ് ഭീകരർ ഉപയോഗിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.